ഇത് അംബുജ സിമെൻറ്റ് തന്നെ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലിസ്റ്റ് ചെയ്ത് അതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ഏരിയ ആണ്. ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണെന്നത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇത് മന്ത്ലി ടൈം ഫ്രെയിമാണ്. അതിനുശേഷം അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതിനുശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി ഇതേ സ്ട്രക്ചർ തന്നെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് നോക്കുന്നതാണെങ്കിൽ ഏകദേശം ഇവിടെ വെച്ചിട്ട് മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെല്ലിങ് തന്നിട്ടുണ്ട്. ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് സെല്ലിങ് നടന്നിട്ടുണ്ട്. ഒന്ന് വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടലിൽ നടന്ന ഈ മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടാണ് ഈ റിവേഴ്സൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നതാണെങ്കിൽ അതിനുശേഷം വീക്ക്ലി ടൈം ഫ്രെയിമിൽ സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് ഈ ഒരു പോയിന്റ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഇനി ലാസ്റ്റിലത്തെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ലാസ്റ്റ് സ്വിംഗ് ഹൈ. ഓക്കെ, അതുപോലെ സ്വിംഗ് ലോ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഏകദേശം നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് അപ്സൈഡ് മൊമെൻറ്റം വന്നത്. അപ്പോൾ ഇതിന് മുന്നേ നോക്കുന്നതാണെങ്കിൽ ഈ ലാസ്റ്റ് വന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഇതാണ് ലോ എന്ന് പറയുന്നതാണ്. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ചെറിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതാ ഈ ഒരു പ്രൈസ് ഏരിയയിൽ വെച്ചിട്ടാണ്. ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് ഏരിയ എന്നാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഈ ട്രേഡ് നമുക്ക് കറൻ്റ് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ കുറച്ചും കൂടി നല്ല ഒരു സ്വിംഗ് ട്രേഡ് എന്നുള്ള രീതിയിലുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഓൾറെഡി മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ തന്നിട്ട് ഓർഡർ ബ്ലോക്ക് പിക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം മാർക്കറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പോൾ നിഫ്റ്റി പോലെ തന്നെ പെർഫോം ചെയ്യുന്ന സ്ട്രക്ചർ. അപ്പം മിക്കവാറും സ്റ്റീല് അതുപോലെ സിമെൻറ്റ് സെക്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ലൊരു ബൂമിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്.